നമസ്കാരം. ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ വാക്കി ടോക്കി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇറാനെ യുദ്ധത്തിലേക്ക് ഭാഗവാക്കായി. അപ്പോൾ അതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് ഇന്നാണ് വന്നത്. സെക്രട്ടറി ഓഫ് ഡിഫൻസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഒക്കെ പ്രസ് മീറ്റുകൾ ഇന്നുണ്ടായിരുന്നു. ഇന്നലെ അമേരിക്കയുടെ ഇറാൻ അറ്റാക്കിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് ഒഫീഷ്യലായിട്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇന്നത്തെ ഈ അപ്ഡേറ്റ്സ് ഒക്കെ അമേരിക്കയുടെ ആക്രമണം ഇറാനെ ഏത് രീതിയിൽ ബാധിച്ചു, അല്ലെങ്കിൽ അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ ഇസ്രായേലിനെ പ്രതീക്ഷിച്ചതുപോലെയാണോ സംഭവിച്ചത്? ഇന്നത്തെ പ്രസ് മീറ്റിൽ നിന്ന് ഷാജ കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് പറയാൻ പറ്റുമോ? അപ്രതീക്ഷിതം എന്ന് ജിൻസ് പറഞ്ഞത് അത്ര അപ്രതീക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പീറ്റ് ഹെക്സത്തിന്റെയും ജനറൽ കെയിന്റെയും രാവിലത്തെ പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇത് അനേക നാളുകളായിട്ട് ചിന്തയിലുള്ള ഒരു കാര്യമാണ്. പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈമിൽ തന്നെ ഇറാന്റെ നേരെ സാങ്ഷൻസും ഒക്കെ ഇട്ട് ഒബാമയുടെ സമയത്ത് കൊടുക്കാനിരുന്ന ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് അന്ന് തന്നെ ഈ ന്യൂക്ലിയർ വെപ്പണൈസേഷൻ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ന്യൂക്ലിയർ പ്രോഗ്രാം ഇറാന് പാടില്ല, അത് സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രസിഡന്റ് ട്രംപ് എടുത്തത്. അപ്പൊ അപ്രതീക്ഷിതമെന്ന് നമുക്ക് ലോകത്തിന് തോന്നും. കാരണം എന്തിന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നലെ എന്നോട് പലരും ചോദിച്ചു, സോഷ്യൽ മീഡിയയിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തിന് അമേരിക്ക ഇറാനെ അടിച്ചു. അപ്പൊ ഇന്ന് ഇപ്പം മാർക്കോ റൂബിയോയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഫോക്സ് ന്യൂസിന് മാർക്കോ റൂബിയോ കൊടുത്ത ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിലെ റൂബിയോ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് 67 ദിവസം, പുള്ളി എക്സാക്ട്ലി ആ ദിവസം പറഞ്ഞു, 67 ദിവസങ്ങൾക്ക് മുൻപ് പ്രസിഡന്റ് ട്രംപ് ഇറാനിയൻ സുപ്രീം ലീഡർക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ന്യൂക്ലിയർ പ്രോഗ്രാം ആകാം, നിങ്ങളുടെ എനർജി റിസോഴ്സസിന് വേണ്ടിയുള്ള ന്യൂക്ലിയർ പ്രോഗ്രാം ആകാം, അതിനുവേണ്ടിയുള്ള ഡിസ്കഷൻസ് നമുക്ക് നടത്താം. ബട്ട് മിലിറ്ററി ന്യൂക്ലിയർ പ്രോഗ്രാം ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഇന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പൊ 67 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 മാസം മുൻപേ ട്രംപ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ, നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള നെഗോസിയേഷൻ നടത്താം, നമുക്കൊരു നല്ലൊരു ഡീൽ ഉണ്ടാക്കാം. അതൊക്കെയാണ് ട്രംപ് കൊടുത്ത ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ മറ്റു വഴികളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്ന് 2 മാസം മുമ്പേ പുള്ളി പറഞ്ഞു. അപ്പം ഈ 2 മാസം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഈ 2 മാസം തീർച്ചയായിട്ടും സ്റ്റീവ് പിന്നെ ഗൾഫ് റീജിയന്റെ സ്ട്രാറ്റജീസ് നോക്കുന്ന സ്റ്റീവ് ഉണ്ട്. അദ്ദേഹം പലതവണ മിഡിൽ ഈസ്റ്റിൽ ട്രാവൽ ചെയ്തു, ഖത്തറിൽ പോയി ഹമാസിന്റെ കാര്യങ്ങളിലൊക്കെ സംസാരിച്ചു. അപ്പം പുള്ളിക്കാരൻ പല ഓഫറുകൾ പറഞ്ഞിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിറകിൽ ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല. ഇന്നലത്തെ സ്ട്രൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഷിംഗ്ടൺ DC-യിലെ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും അതുപോലെ തന്നെ സെനറ്റ് മജോറിറ്റി ലീഡർ, സെനറ്റ് മൈനോറിറ്റി ലീഡർ ചക്ക് ഷൂമർ, അതുപോലെ ഹൗസ് മൈനോറിറ്റി ലീഡർ ജെഫ്രി ഹക്കീംസ്, ഇവരോടെല്ലാം ഈ സ്ട്രൈക്ക് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യും. പക്ഷെ അവരോടത് ബ്രീഫ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടുന്ന് ഈ സ്റ്റെൽത്ത് ബോംബേഴ്സ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിനായിരിക്കും, ശേഷമായിരിക്കും. സോ ഇന്നുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇന്നലത്തെ നമ്മുടെ ആ സ്ട്രൈക്കിന് ശേഷം പിന്നെ കൂടുതൽ ഇസ്രയേലിലേക്ക് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണോ? ആസാദിന് ഒരു പക്ഷേ അത് പറയാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് നടന്നിട്ടുണ്ടോ? ഇവിടെ നിന്ന് US-ന്റെ ഭാഗത്ത് നിന്ന് നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വ്യക്തമായിട്ട് ഡിഫൻസ് സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറിയും
അതുപോലെ തന്നെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ കെയ്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇറാൻ എന്തെങ്കിലും കാരണവശാൽ ഒരു അവിവേകം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ടെറിബിൾ മിസ്റ്റേക്ക് ഫ്രം ദെയർ സൈഡ്. ഒരു സംശയവും വേണ്ട. ഷാജൻ ഈ പറഞ്ഞതില് 67 ദിവസമായിട്ട് കൃത്യമായിട്ട് അമേരിക്ക പ്ലാൻ ചെയ്തിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയതെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ന് പറഞ്ഞു. സെക്രട്ടറി ഓഫ് ഡിഫൻസ് 67 ദിവസം പ്ലാൻ ചെയ്തിട്ടെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞതല്ല. ഞാന് ജിൻസ് അപ്രതീക്ഷിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മാർക്കോ റൂബിയോ പറഞ്ഞത് 67 ദിവസം മുമ്പ് ട്രംപ് ഇവർക്ക് ഒരു എന്താ പറയാ ഒരു ടൈം ഫ്രെയിം കൊടുത്തിരുന്നു. കാരണം ഞാൻ പറയാം, കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് ട്രംപ് പറഞ്ഞത് ഐ വിൽ വെയിറ്റ് ഫോർ അനദർ 2 more weeks. അല്ല, ആ ഒരു പ്ലാനിങ് അപ്പൊ 67 ദിവസം മുമ്പ് ഇറാൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തു. പക്ഷെ ഇന്നും അമേരിക്കയിൽ പൊതുവെ വ്യാപകമായിട്ടുള്ള ഒരു എതിർപ്പ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൈഡിൽ നിന്നും പല ഓർഗനൈസേഷന്റെ അടുത്തു നിന്നും ഇത് കോൺഗ്രസിന്റെയോ സെനറ്റിന്റെയോ പെർമിഷൻ ഇല്ലാതെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു അറ്റാക്കിൽ പോയി ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അത് വരുന്നുണ്ട്. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് സെനറ്റിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനെതിരെ വ്യാപകമായ ഒരു നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പൊ ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ആക്രമണത്തിന് ശേഷം നമ്മുടെ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യവും, അതായത് നമ്മൾ 24 മണിക്കൂറായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടൊരു ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്ക് വന്നിട്ടില്ല. അത് അങ്ങനെ ഒരു കാരണം അതിൻ്റെ അകത്തൊരു ലാഗ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ ഈ അറ്റാക്ക് കാരണം ഇറാൻ ഒന്ന് പകച്ചുപോയോ എന്നുള്ള ഒരു സംശയം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇറാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള ഓരോ അമേരിക്കൻ സിറ്റിസനും ഓരോ ഒഫീഷ്യൽസും ഞങ്ങളുടെ ടാർഗറ്റാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു ത്രെട്ടാണ്. കാരണം അത്ര കൃത്യമായിട്ട് പറയാൻ ഇപ്പം അമേരിക്കൻ സിറ്റിസൺസ് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്, വ്യാപകമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓരോ സിറ്റിസനും ഇത് ഞങ്ങളുടെ ഒരു ടാർഗറ്റാന്ന് പറയുമ്പോൾ ആ ഇറാന്റെ ആ ഒരു ത്രെട്ട് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാരണത്തിന് നമ്മുടെ പ്രസിഡന്റ് ഭാഗവാക്കായോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് ഈ വിമർശനങ്ങളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം. നമുക്ക് ഇപ്പൊ ഇറാനെ അമേരിക്ക ഈ അണുവായുധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അറ്റാക്ക് നടത്തി അതിനെയൊക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഓരോ അമേരിക്കൻ സിറ്റിസന്റെയും ലൈഫിനെ ത്രെട്ട് ഒരു ലെവലിൽ കൊണ്ടുവരാനായിട്ട് പ്രസിഡന്റിന്റെ പ്രവൃത്തി കാരണമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്ത് നിൽപ്പുണ്ട്. അല്ല, അപ്പം അതിന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഇന്നലെ ആ സ്ട്രൈക്ക് US സംബന്ധിച്ചിടത്തോളം US ആ സ്ട്രൈക്ക് ഇന്നലെ നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇറാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ എന്നും മിഡിൽ ഈസ്റ്റിനും ലോകത്തിനും ഒരു ത്രെട്ടാണ്. ഇന്നലെ മാർക്കോ റൂബിയോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആദ്യം തന്നെ പറഞ്ഞത് ദ വേൾഡ് ഇങ്ങനെ പറഞ്ഞത്, ദ വേൾഡ് ഈസ് ഫാർ മോർ സേഫർ ആൻഡ് സ്റ്റേബിൾ ദാൻ 24 hours ago എന്ന് ഇന്ന് രാവിലെ പുള്ളി പറഞ്ഞു. 24 മണിക്കൂർ മുമ്പുണ്ടായിരുന്ന ലോകം അതിന് മുമ്പത്തുള്ളതിനെക്കാട്ടിൽ സേഫ് ആൻഡ് സ്റ്റേബിൾ ആണ്, ബിക്കോസ് വി ഹാവ് ഡിസ്ട്രോയിഡ്, ഡെവസ്റ്റേറ്റഡ് ഇറാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. ആ പ്രസ്താവന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആ പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ അറ്റാക്ക്, അമേരിക്കയുടെ അറ്റാക്ക് ഏകദേശം ഇവിടുത്തെ സമയം ഒരു 6:30 കൂടിയാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിന്. പക്ഷെ അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ വളരെ വ്യാപകമായിട്ട് ഇറാൻ ഇസ്രായേലിനെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം EST 6:40 മുതൽ 7:05 വരെയാണ് ഇന്നലെ അവിടെ അറ്റാക്ക് നടന്നത്. അതായത് 25 മിനിറ്റ് ആണ് ഈ അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ ഇറാൻ സമയം വെളുപ്പിന് 2:10 ആയിട്ടുണ്ട്. ആ 25 മിനിറ്റിനുള്ളിലാണ് ഈ 7 സ്റ്റെൽത്ത് B-2 ബോംബേഴ്സും അതിന്റെ കൂടെ 125ഓളം എയർക്രാഫ്റ്റുകൾ ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തു. 1-2 എയർക്രാഫ്റ്റ് അല്ല, 125 എയർക്രാഫ്റ്റ്. അതിനകത്തിൽ F-35 ഫൈറ്റർ ജെറ്റ്സുകളുണ്ട്. അതുപോലെ തന്നെ റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ 40ഓളം ടാങ്കർ എയർക്രാഫ്റ്റുകൾ, ഈ 7 സ്റ്റെൽത്ത് ബോംബേഴ്സ്. അതിനകത്ത് ഇന്ന് അവർ പറഞ്ഞ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇറ്റ് വാസ് എ ഡിസെപ്റ്റീവ് അറ്റാക്ക്. കാരണം അതേ പറ്റുള്ളൂ. ശത്രു നമ്മള് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ ശത്രു. ഇറാന്റെ ന്യൂക്ലിയർ അത് JD വാൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വി ആർ നോട്ട് അറ്റ് വാർ വിത്ത് ഇറാൻ.
വി ആർ അറ്റ് വാർ വിത്ത് ദ ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇന്നലെ ജിൻസ് പറഞ്ഞു ടെക്നിക്കാലിറ്റിക്ക് വേണ്ടി നമുക്കത് പറയാം. ടെക്നിക്കാലിറ്റിക്ക് വേണ്ടി ആണെങ്കിലും അത് പറയണം. കാരണം ഇന്ന് ഫോക്സ് ന്യൂസ് മാർക്കോ റൂബിയോട് ചോദിച്ചു, ആർ വി അറ്റ് വാർ വിത്ത് ഇറാൻ, നമ്മൾ ഇറാനുമായിട്ട് യുദ്ധത്തിലാണോ എന്ന് ചോദിച്ച ഉടനെ ഒരു സെക്കൻഡിന്റെ ഒരു 100 ഫ്രാക്ഷൻ ടൈം പോലും എടുക്കാതെ മാർക്കോ റൂബിയോ പറഞ്ഞു, നോ, വി ആർ നോട്ട് അറ്റ് വാർ വിത്ത് ഇറാൻ. നമ്മൾ ഇറാനുമായിട്ട് യുദ്ധത്തിലല്ല, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കുക എന്ന് മാത്രമുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഷാജൻ, ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം, അമേരിക്ക ഈ കാര്യങ്ങളെല്ലാം വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഇറാന്റെ ഒരു ജിയോഗ്രഫി വെച്ചിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത്, ഇന്നലെ ഈ അറ്റാക്കിന് ശേഷം വളരെ വ്യാപകമായിട്ട് തന്നെ ഇറാൻ ഇസ്രായേലിനെ അടിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇറാനിൽ ഇന്ന് നിലവിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അറ്റാക്ക് ഫലപ്രദമാകാനുള്ള സാധ്യതയുണ്ടോ? ഈ 3 സ്ഥലങ്ങളിൽ ഇന്നലെ അമേരിക്ക ബോംബ് ചെയ്ത ഈ 3 സ്ഥലങ്ങളല്ലാതെ ഇറാന്റെ അത്രയും വലിയ ഭൂപ്രകൃതിയിൽ പല സ്ഥലത്തു നിന്നും മിസൈലുകളും ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റിയും ഒക്കെ അവര് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റിയില്ല. കാരണം ഇപ്പം ഇറാനിൽ അമേരിക്ക ആക്രമിച്ചെന്ന് പറയുന്ന 3 സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് മാത്രമാണ് ആക്രമിച്ചത്. അല്ലാതെ ബാക്കിയുള്ള സ്റ്റേഷൻസ് എല്ലായിടത്തും ആക്രമിച്ചിട്ടില്ല. അത് ആക്രമിച്ചിരിക്കുന്ന ഇസ്രായേലാണ് അവകാശപ്പെടുന്നത്. അതായത് ഇറാന്റെ 30% വരുന്ന മിസൈൽ സംവിധാനങ്ങളെ തകർത്തിട്ടുണ്ടെന്ന്. അമേരിക്ക അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ ആക്രമിച്ചത് കൃത്യമായിട്ടും ആ ഇറാന്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അതായത് 3 ന്യൂക്ലിയർ പരീക്ഷണശാലകളെ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം അവിടെയാണ് വരുന്നത്. അപ്പൊ അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ തന്നെ ഈ ഇറാന്റെ ആണവശേഷിനെയോ അതിന്റെ പ്രവർത്തനത്തെയോ തടയാൻ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ തടയാൻ പറ്റുമോ? അമേരിക്കക്ക് അവിടെ ഒരു പാളിച്ച പറ്റാനുള്ള സാധ്യതയില്ലേ എന്നുള്ളത് സാധ്യതയുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. ഞാൻ എന്റെ ഒരു വ്യൂ ഞാൻ അതിനകത്ത് പറയാം. അല്ല, അതിന്റെ ഒരു സാധ്യത ഈ ഇപ്പോൾ ജിൻസ് പറഞ്ഞ പോലെ അതിന്റെ അകത്തൊരു സാധ്യത ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് വാർത്തകളിലൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഈ പറയുന്ന യുറേനിയം നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അതായത് ഡേറ്റും അവർ പറയുന്നുണ്ട്, 20, 21 തീയതികൾ ഇവർ ഓൾറെഡി ഇത് മാറ്റിയിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് എത്ര യുറേനിയം ഉണ്ടായിരുന്നു, അത് എത്ര മാറ്റി എന്നുള്ളത്, ഇത് 400 കിലോ അവിടെ ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്ന അനുസരിച്ച് 400 കിലോയോളം യുറേനിയമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു പോർഷൻ ഏതാണ്ട് 60% സംസ്കരിച്ച അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് 90% വരുമ്പോഴാണ് ആണവോർജ്ജ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 60% സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം തുറന്നൊരു വാഹനത്തിൽ എങ്ങനെ മാറ്റി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനെ അത്രയും കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ അത് മാറ്റിയില്ലെങ്കിൽ അണുവികരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവർ കൃത്യമായി പറയുന്നുണ്ട് 20, 21 തീയതികളിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം അവരുണ്ടാക്കി, അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇനി അഥവാ അമേരിക്ക ഈ പറയുന്ന പോലെ തന്നെ ഈ ഇവിടെ ഇപ്പോൾ ഈ ഓരോ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുമ്പോൾ അവിടെ ഈ യുറേനിയം ഉണ്ടായിരുന്നിരിക്കട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അണുവികരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. അപ്പോഴാണ് പുറത്തു വരുന്നത് ഇത് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നോ അമേരിക്ക ആക്രമിക്കുമ്പോൾ. അങ്ങനെ ആക്രമിക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അണുവികരണം ഉണ്ടാവില്ല? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. വെറുതെ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ആസാദ് പറഞ്ഞതിന് ഞാൻ എക്കോ ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷാജൻ പറഞ്ഞതിനും അതിലെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ 3 സ്ഥലങ്ങളാണ് മെയിൻ ടാർഗറ്റ് ആയിരുന്നത്. ഈ 3 സ്ഥലങ്ങളാണ് അവരുടെ മെയിൻ പിന്നെ എന്താ പറയാ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അതിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആർക്കും അറിയാതെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകം അറിഞ്ഞത് തന്നെ. ഈ സ്ഥലങ്ങളിലേക്ക് 2 വീക്സ് പറഞ്ഞുകൊണ്ടാണ് US-ന്റെ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു 2 ആഴ്ചത്തെ സമയം US പ്രിപ്പറേഷൻ എടുത്തതുപോലെ തന്നെ ഇറാനും പ്രിപ്പറേഷനുള്ള സമയം കൊടുത്തോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഞാനത് ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസാദ് പറഞ്ഞതുപോലെ ഇറാൻ അത് അവിടെ നിന്ന് മാറ്റാനുള്ള സാവകാശത്തിന് വേണ്ടിയിട്ടാണോ ആ 2 വീക്സ് കൊടുത്തതെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്.
അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ. കാരണം മാറ്റിയിരുന്നില്ല എങ്കിൽ ഈ ഇത്രയും വലിയൊരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് അണുവികരണം ഉണ്ടാകേണ്ടതാണ്. അവിടുന്ന് ആ പരിസരത്ത് ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ ഇല്ലെങ്കിൽ പോലും എന്താ പറയാ സസ്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എല്ലാം അത് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഒരു വിവരവും ഇതുവരെ വന്നിട്ടില്ല. ഈ നമ്മുടെ പിന്നെ വേൾഡ് ന്യൂക്ലിയർ സൊസൈറ്റി, എന്താണ് ആണവ ഇതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും സോഫാർ ഇതുവരെയ്ക്കും അവിടെ നിന്ന് ഒരു ആണവ വികരണവും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പ് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ മാറ്റിയെന്ന് ഇറാൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിനോടൊപ്പം എനിക്ക് ചേർക്കാനുള്ളത്, ഇറാനെതിരായിട്ടുള്ള US-ന്റെ ആക്രമണം വെറും ഒരു സൈനിക നീക്കമല്ല, അത് മുഴുവൻ മേഖലയും തന്നെ ഒരു അസ്ഥിരതയിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു തരം നീക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയിക്കേണ്ടിയിരിക്കുന്നതല്ല, അത് അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം അവിടെയാണ് പരീക്ഷ പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അമേരിക്കയുടെ അവകാശവാദവും ഇറാന്റെ അവകാശവാദവും. അമേരിക്ക വളരെ പൊസസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി അതിനുള്ള റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളതും, ഇറാൻ പറയുന്നു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റാക്ക് മാത്രമേ നടന്നിട്ടുള്ള ഇറാന്റെ അവകാശവാദത്തെയും നമുക്ക് ഇപ്പം വിശ്വാസത്തിലെടുക്കുമ്പം പൊതുവെ ഇപ്പം ഈ പരീക്ഷ പറഞ്ഞ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതിപ്പോ ഈ രണ്ടാഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഈ ഒരു പ്രോഗ്രാമിലുള്ള അല്ലെങ്കിൽ അവരുടെ ആണവശേഷിക്ക് അവരെത്രമാത്രം അച്ചീവ് ചെയ്തിരുന്നു അതൊക്കെ മാറ്റാനായിട്ട് ഈ 2 ആഴ്ച കൊണ്ടൊന്നും സാധ്യം ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ മാസങ്ങളായിട്ട് തന്നെ, ഇപ്പം ഇസ്രായേലുമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ ഇറാൻ ഓൾറെഡി ഇതിന്റെ ഒരു സൈഡിലൊരു ഇറാന്റെ പ്രോക്സികളുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ കാലം മുമ്പ് തന്നെ, ഇനിയിപ്പം അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ശക്തികളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേറെ സ്പോട്ടുകൾ ഓൾറെഡി ഇറാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ അവകാശവാദങ്ങൾ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം പരീക്ഷ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. കാരണം നമ്മുടെ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ പ്രസിഡന്റ് ട്രംപിന് ഒരു കാരണമുണ്ട്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് മാത്രം തീരുമാനിക്കുന്ന രീതിയിലല്ല തീരുമാനങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പല ബ്രീഫിങ്ങും CIA-യുടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വൈസ് പ്രസിഡന്റ്, ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അഡ്വൈസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ ആ പ്രസിഡന്റിന്റെ ഒരു തീരുമാനത്തിൽ ഇത് അമേരിക്കയുടെ അറ്റാക്കിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ എന്നുള്ള ഒരു ചോദ്യം ഇറാന്റെ അവകാശവാദത്തെയും കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഷാജനാണ് അതിന് ഒരു മറുപടി പറയേണ്ടത്. ഞാനിപ്പോ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അവിടെ ഈ റേഡിയോ ആക്റ്റീവ് പ്രസൻസ് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് അപകടകരമായ വിധത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പ്രസൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് ഈ സാധനം, ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് മൗണ്ടൻസിന്റെ ഇടയിൽ വളരെ ഡീപ്പായിട്ടുള്ള, അതുകൊണ്ടാണല്ലോ ലോകത്തിലെ ഒരു രാജ്യത്തിനും ആ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല. US-ന് മാത്രമാണ് ആ മോപ്സ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ആദ്യമായിട്ടാണ് ആ ടെക്നോളജി പരീക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് US-ന് മാത്രമേ ആ ഒരു ടെക്നോളജി ഉള്ളൂ. ഈ കംപ്ലീറ്റ് അത്രമാത്രം ഡീപ്പായിട്ടാണ് ഈ ഫെസിലിറ്റി ഇരിക്കുന്നത്. അപ്പൊ ഇവര് നശിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് അത് അവർക്ക് പറയാം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, US മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷന് പോയിട്ട് വീണ്ടും അത് പരാജയപ്പെട്ടിട്ട് വീണ്ടും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദേ വിൽ ബി ആൻസറബിൾ. നമ്മള് നാട്ടിലെ ചുമ്മാതെ പോയി അടിച്ചേച്ച് വന്നേച്ച് അടിച്ചെന്ന് പറയുന്ന പോലെ ഒന്നും US-ൽ നടക്കത്തില്ല. ദേ ഹാവ് ലോട്ട് ഓഫ്, ഇപ്പൊ ജിൻസ് പറഞ്ഞ പോലെ അവർക്ക് പല കണക്ഷൻസ്, എല്ലാം കണക്റ്റഡ് ആണ്. ഇന്റൽ ബ്രീഫിംഗ് ഉണ്ടാവണം, CIA ഉണ്ടാവണം, ഇന്നലെ തന്നെ ആ അറ്റാക്കിനകത്തില് കമ്മ്യൂണിക്കേഷൻസിനകത്തില് അമേരിക്കയുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, സൈബർ കമ്മ്യൂണിക്കേഷൻ വിങ് ഉണ്ടായിരുന്നു, സ്പേസ് കമ്മ്യൂണിക്കേഷൻ വിങ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ കോർഡിനേറ്റഡ്. അപ്പം ഇത് ചുമ്മാതെ പോയി ഞങ്ങൾ എന്തെങ്കിലും ഇട്ടേച്ചു വന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ആര് അങ്ങനെ പറയുന്നോ അത് വെറും മണ്ടത്തരമാണ്. അത്രമാത്രം
വെൽ എക്യുപ്ഡ് ആയിട്ട്, വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട്, വെൽ പ്രിസൈസ്ഡ് ആയിട്ട് ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഒരല്പം ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം. അല്ല, നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫുൾഫിൽമെന്റ് ഇറാന് ഇത് എത്ര നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളത് അമേരിക്ക പ്രതീക്ഷിച്ച പോലെ ഇതിനെ തടയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിനി വരണം. അവർ പറഞ്ഞിട്ടുണ്ട് അസസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, സാറ്റലൈറ്റ് ഫോട്ടോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നു തുടങ്ങിയതിനകത്തിൽ എന്താ ആസാദ് എന്താ പറയാൻ വന്നേ? പറഞ്ഞോ. ഞാൻ പറയാൻ വന്ന ഇതാണ്, ഞാനിപ്പം അതിനകത്ത് ഒരു ചോദ്യം കൂടെ ഇതിന്റെ അകത്തുണ്ട്. കാരണം അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധമല്ല, ഇങ്ങനെ ഒരു അറ്റാക്കില് ചെന്ന് പെട്ടുപോയതാണോ? ഇസ്രായേലിന്റെ ഒരു ടാക്ടിക്സില് അമേരിക്ക ഇത് അവർക്ക് ഇതിന്റെ അകത്ത് പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ കൊണ്ട് എത്തിച്ചതാണോ? അമേരിക്കയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ശേഷിയെ നശീകരിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് ഇപ്പൊ ഷാദൻ പറഞ്ഞു. അത് ഒരു പരിധിവരെ ശരിയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ അമേരിക്ക കൊണ്ട് ചെന്ന് എത്തിച്ചോ? എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? അല്ല, എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ എന്താ പറയുന്നത് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യം അല്ലല്ലോ. കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, വളരെ ക്ലിയർ ആണ് സന്ദേശം. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം കണ്ട ലോക നേതാവ് ആരാണ്? അതുപോലെ തന്നെ ഏറ്റവും ആദ്യം സംസാരിച്ചതും ഏറ്റവും ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അതുപോലെ തന്നെ ഇന്നലെ ട്രംപിന്റെ ആ ഒരു 3 മിനിറ്റ് നീണ്ട ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗിൽ വളരെ ക്ലിയർ ആണ്. അങ്ങനെ പറയുന്നത് ഇസ്രായേലിന് ഞങ്ങളെ തുല്യ ശക്തികൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ അലൈ എന്നുള്ള രീതിയിലാണ് ഇസ്രായേലിനെ കാണുന്നത്. അപ്പം അങ്ങനെയല്ലാതെ ഇസ്രായേൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം ഇസ്രായേലിനൊപ്പം നിന്ന് ഭീകരതയ്ക്കെതിരെ മധ്യപൂർവേഷ്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന ഒരു ചെറു രാജ്യത്തിനൊപ്പം നിൽക്കാൻ വലിയ രാജ്യമായ അമേരിക്കയും സന്നദ്ധരാകുന്നു എന്നുള്ളതാണ്. തീവ്രവാദത്തിനെ നേരിടാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം കൂടെ ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാണ്ടയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തീവ്രവാദത്തെയാണ് നേരിടുന്നത്. അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ നേരിടുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ അമേരിക്കയും സന്നദ്ധമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അമേരിക്ക പെട്ടുപോയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അകത്തുള്ള സഖ്യകക്ഷികളെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ കൂട്ടത്തിലുള്ളവരുടെയോ ഒരു എന്താ പറയാ ഒരു അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു എസ് എന്ന് പറയുന്ന ഒരു ഇതോ ചോദിക്കാതെയോ കേൾക്കാതെയോ ചെയ്തു എന്നുള്ളതിന്റെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ചില പ്രൊട്ടസ്റ്റുകളും അതും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എനിക്കറിയാം. ചെയ്തതിനോട് നമുക്ക് ആർക്കും തന്നെ എതിർപ്പില്ല. ഇപ്പൊ ആസാദും ഷാദിനും പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്യപ്പെടേണ്ടത് തന്നെയായിരുന്നു. കാരണം അത് തീവ്രവാദത്തിനെതിരാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിശാലമായ ഒരു പിന്തുണ നേടാൻ കഴിയാത്തതിനാൽ അമേരിക്ക ഒറ്റയ്ക്ക് പറയാൻ വരുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമുക്കത് പറ്റില്ല. ചില കാര്യങ്ങൾ എല്ലാവരോടും വിശദീകരിച്ച് കാര്യങ്ങൾ മുഴുവൻ പബ്ലിക് ആക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില നടപടികൾ എടുക്കുമ്പോൾ ചില രാജ്യങ്ങൾക്ക് അതിന്റെ ഒരു സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ പറയുന്നു, ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ പോയി ആക്രമിച്ചിട്ട് തന്നെ അവിടെ നിന്നുള്ള മറ്റേ ആണവ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഒക്കെ മാറ്റി എന്നുള്ള കാര്യം നമുക്ക് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അത് മാറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഒരു സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അവസാന നിമിഷം തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിന്റെ അടുത്ത് വരെ എത്തിക്കുന്നത്. ഒരു പത്രത്തിൽ അനൗൺസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിളിച്ചെല്ലാവരുടെയും അനുവാദം മേടിച്ചിട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യുറേനിയം അവിടെ കാണുമെന്നല്ല, വേറെ ഏതെങ്കിലും സമ്മേളനം നടത്തി ഒരു അറ്റാക്ക് നടത്തണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്ത് ജനാധിപത്യ രാജ്യമാവുമ്പോൾ കൺവിൻസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കൺവിൻസ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ തോമസ് മസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ഇപ്പൊ ഓൾറെഡി ഇമ്മീഡിയറ്റ്ലി ഹൗസ് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, ഡെമോക്രാറ്റ് സെനറ്റർ ആയിരിക്കുന്ന ഫെറ്റർമാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഐ ഹാവ് ലോങ് മെയിൻറ്റെയിൻഡ് ദിസ് ഇഷ്യൂ. വോട്ടേഴ്സ് ഡിഡ് ദ റൈറ്റ് തിങ്. ഫെറ്റർമാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. സോ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയും ഇതിലിപ്പോ 2 ചേരിയിലാണ്. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ.
ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കൂട്ടര് ഇതിനെ അംഗീകരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നോക്കിക്കേ ആരാണ് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് വന്നതെന്ന് നോക്കിക്കേ. ഒന്ന് AOC, ഈ ഒരു കാര്യമില്ലാത്ത ഒരു സംഗതിയാണ് ആ സംഗതി, ഈ AOC എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? എലിസബത്ത് വാറൻ. അപ്പൊ ഇവരൊക്കെയാണ് ഇതിനെ. പിന്നെ റാഷിദ തിലൈവ്, അതുപോലെ തന്നെ മറ്റേ വേറെ ഒരു മിനിസോട്ടയിലുള്ള ഒരു ഒരു ലേഡിയുണ്ട്. അപ്പം ഇവരൊക്കെയാണ് ഇതിന് ഇൽഹാർ ഒമാൻ. അപ്പൊ ഇവരൊക്കെയാണ് ഇതിനെ. അതിന്റെ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഡെമോക്രാറ്റുകൾക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓക്കെ, ഇതിനകത്തിൽ ഇവർക്ക് എതിർപ്പുകളുണ്ട്. പലരും വിയോജിച്ചവര് പലരും ഇപ്പോ യോജിക്കുന്നു. പക്ഷെ ജിൻസ് പറഞ്ഞിടത്താണ് കാര്യം. ഈ ഒരു സ്ട്രൈക്ക് അതുകൊണ്ടാണ് അവർ വ്യക്തമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നത്. വി ആർ നോട്ട് അറ്റ് വാർ വിത്ത് ഇറാൻ. എല്ലാവരും ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാ പറയുന്നത്. JD വാൻസ് പറഞ്ഞു, പീറ്റ് ഹെക്സത്ത് പറഞ്ഞു, മാർക്കോ റൂബിയോ പറഞ്ഞു, ജനറൽ കെയ്ൻ പറഞ്ഞു. ഇന്നലെ അവര് 4 പേര് ഒന്നിച്ചു വന്ന് 3 മിനിറ്റ് ഒന്നിച്ചു വരുന്നു, സംസാരിക്കുന്നു, ഒരേപോലെ തിരിയുന്നു, തിരിച്ചു പോകുന്നു. അവര് 4 പേര് വേറെ ഒരുപക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ വേറെ ഒരാൾക്ക് പോലും അറിയാൻ വയ്യാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സെൻകോമിന്റെ ചീഫും ഇവിടെയുള്ള ചീഫ് ഓഫ് സ്റ്റാഫും അങ്ങനെ ഒരു 7-8 പേര് മാത്രമേ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യം ഈ കോൺഗ്രസ് വിളിച്ചു കൂട്ടിയിട്ട് പെർമിഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു കാര്യം. നമ്മളിതിന്റെ അകത്തൊരു ഓഡിറ്റിംഗ് അല്ല. ഇപ്പൊ അമേരിക്കക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയോ? അമേരിക്കയുടെ ഈ അറ്റാക്ക്, ഇറാനെതിരെ നടത്തിയ അറ്റാക്ക് കൊണ്ട് അമേരിക്ക പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത്. അമേരിക്കയുടെ ആ ഒരു ആക്രമണം അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നോ? കാരണം ഇറാനും ഇന്ത്യയെ പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ അങ്ങോട്ട് നേരിട്ട് ആക്രമിക്കാത്ത ഒരു രാജ്യമാണ്. കൂടാതെ 50% അത് ഞാൻ സമ്മതിക്കില്ല. അത് ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സൗദിയിൽ അല്ലല്ല അങ്ങനെ ഇറാൻ അങ്ങോട്ട് കയറി ആകെ ഇറാൻ ആക്രമിച്ചത് മുഴുവൻ പ്രോക്സി ഉപയോഗിച്ച ഹിസ്ബുള്ള ഇറാന്റെ തീവ്രവാദ സ്വഭാവങ്ങളോ തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. നമ്മൾ പറഞ്ഞു അല്ല ജിൻസ് പറഞ്ഞത് ഇറാൻ അങ്ങോട്ട് കയറി അടിക്കത്തില്ല എന്ന് പറയുമ്പം ഈ യമനിലെ ഹൂത്തീസിനെ വളർത്തുന്നത് ആരാ? അതിലെ പോകുന്ന സകല കാർഗോ ഷിപ്പും ഹിറ്റ് ചെയ്യുന്നത് ഹൂത്തീസാണ്. സൗദിക്കാര് ജീവനിൽ പേടിച്ചാണ് എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്ന. ഇവന്മാരെ എപ്പോ അടിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇറാൻ അത്ര നല്ല പിള്ളയൊന്നുമല്ല, അങ്ങോട്ട് പോകത്തില്ല. എല്ലാ കാര്യത്തിലും അവന്മാർ പറയും ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഞങ്ങൾക്ക് ഇതിൽ പക്ഷെ ഹിസ്ബുള്ള അടിക്കും, ഹമാസ് അടിക്കും, ഹൂത്തീസ് അടിക്കും. ഇറാഖിലെ IED ഉപയോഗിച്ച് അമേരിക്കൻ മിലിറ്ററിയെ കൊന്നതിന്റെ പിന്നിൽ ആരാ? ഇറാനാ അതിന്റെ പിന്നില്. അപ്പം ഇവന്മാരിതെല്ലാം പറയുകയും ചെയ്യും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലെ CPM-ന്റെ കാര്യം പറഞ്ഞ പോലാണ് 57 നമ്മളിപ്പം ഈ അമേരിക്കയുടെ അറ്റാക്ക് അതിനുള്ള ഒരു അമേരിക്ക പ്രതീക്ഷിച്ച പോലെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുമ്പം ഇറാനിന്റെ ചില കൺട്രോൾ ഉണ്ട്. അതിപ്പോ അമേരിക്ക കാരണം വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾക്കില്ലാത്ത, കാരണം ഈ അമേരിക്ക ഓയിൽ ട്രേഡിന്റെ 50% കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്കുക, അത് ഇന്ന് അവരുടെ പാർലമെന്റ് കൂടിയിട്ട് അത് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ അവർക്ക് എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ചില പ്രിവിലേജ്, അങ്ങനെ ചില അഡ്വാൻറ്റേജ് ഈ രാജ്യത്തിനുണ്ട്. അവിടെയാണ് നമ്മൾ പ്രോക്സികളെ വെച്ച് യുദ്ധം നടത്തുന്നതിന് നമുക്ക് ആ രാജ്യം അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം വളരെ വളരെ പാരമ്പര്യമുള്ള, പേർഷ്യ എന്ന് പറയുന്ന വളരെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ലോക സമാധാനത്തിന് വിഘാതമാകുന്ന എന്തെങ്കിലും ഈ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുള്ള ആക്ഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനി വരുന്ന നാളുകളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോറി അല്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും അഡ്മിനിസ്ട്രേഷനുകൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് CIA-യും FBI-യും പോലെയുള്ള എല്ലാ ഓർഗനൈസേഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നതിന് മുന്നേ അവർ പല കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ വരും വരായികകൾ എന്തായാലും അറിയാമായിരിക്കും. ഇപ്പൊ ഇത് ഇറാന്റെ കൺട്രോളിലാണ് അല്ലെങ്കിൽ ഹൂത്തികളുടെ ഇതിൽ അത് അങ്ങനെ നടക്കുമെന്നുള്ളതൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അപ്പൊ ഈ ഹോർമൂസ് കടലെടുക്കൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും എണ്ണയുടെ വില കൂടുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു അറ്റാക്കിന് മുതിർന്നിട്ടുണ്ടാവുക.
പിന്നെ ഇതില് ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, മിഡിൽ ഈസ്റ്റ് ഉടനീളം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ പ്രോക്സി ശക്തികൾ ഉണ്ടെന്നുള്ളതും, അപ്പൊ ഇതൊരു തെറ്റായ നീക്കം പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തുമോ എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കേണ്ടത്. അങ്ങനെ വീണ്ടും ഇതൊരു ഇതായിട്ട് പോയാൽ അതോ അത് ഇവിടം കൊണ്ട് തീരുവോ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇതിങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആക്രമണത്തിന് ശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരു വിപരീത ഫലം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. കാരണം ഇറാനിയൻ ഭരണകൂടത്തെ ഒരു ദുർബലപ്പെടുത്തുന്നതിന് പകരം ഒരു പൊതുജന പിന്തുണ ശേഖരിച്ചിട്ട് ദേശീയ സുരക്ഷയുടെ പേരിൽ ഒരു ആഭ്യന്തര വിയോജിപ്പുകളും അടിച്ചമർത്തലും അതിനെ ശക്തിപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു തിരിച്ചടി വരുവോ എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ വരാതിരിക്കട്ടെ. അതിനെക്കുറിച്ച് പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു രാജ്യത്തിന്റെ ഭരണം മാറ്റം പ്രിഡിക്റ്റ് ചെയ്യേണ്ടത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, എങ്കിൽ കൂടിയും അമേരിക്കയുടെ സ്വാധീനം ആ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും പ്രസിഡന്റ് തന്നിട്ടുണ്ട്. എനിവേ നമുക്ക് മറ്റൊരു ഈ വിഷയം, ആ ടോപ്പിക്ക് നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് ചർച്ച ചെയ്യാം. എനിവേ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.